നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എടുക്കാനുള്ളത് എന്താന്ന് വെച്ചാൽ എടുത്തോണ്ട് ഇറങ്ങ വേഗം. അല്ല, തനിക്കെങ്ങനെ അറിയായിരുന്നു ഇവളിവിടെ ഉണ്ടെന്ന്? അവളെന്തോ കള്ളം പറഞ്ഞെന്ന് പറഞ്ഞല്ലോ, എന്തായിരുന്നു അത്? സച്ചിൻ, ഇതുപോലുള്ള കുറെ സംശയങ്ങളുണ്ടെന്ന് എനിക്കറിയാം. എല്ലാത്തിനും എന്റെ കയ്യിൽ ഉത്തരവുണ്ട്. കുറച്ച് സമയം കൂടി തന്നാ മതി. സച്ചി അർച്ചന അവിടെ പുറത്തു പോയെന്ന് തോന്നുന്നു. ഇവിടെ ഇങ്ങനൊരു ആധിയിൽ എല്ലാവരും ഇരിക്കുമ്പോ പറഞ്ഞിട്ട് പോയിക്കൂടെ അവർക്ക്? അത് പണ്ടും അങ്ങനെ തന്നെയല്ലേ അച്ഛാ. നന്ദേട്ടനെ ഇതുപോലെ കാണാതായപ്പോ, ആദ്യത്തെ ഒരു അന്വേഷണം കഴിഞ്ഞപ്പോ പിന്നെ എല്ലാവർക്കും അവരവരുടെ തിരക്കുകളായി. അന്നും ഇന്നും എനിക്ക് മാത്രമേ നഷ്ടപ്പെട്ടുള്ളൂ. എനിക്ക് മാത്രം. ആദ്യം എന്റെ നന്ദേട്ടൻ, ഇപ്പോ എന്റെ അനഘ. എടുത്തി, നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട് അനഘ തിരിച്ചു വരണമെന്ന്. അർച്ചനേട്ടത്തി സച്ചിയേട്ടന് ചിലപ്പോൾ എന്തെങ്കിലും ആവശ്യത്തിന് പോയതായിരിക്കും പുറത്തേക്ക്. അതന്നെ ഞാനും പറഞ്ഞത്. എല്ലാവർക്കും അവരവരുടെ ആവശ്യങ്ങൾ. അനഘ ഇപ്പോ ജീവനോടെ ഉണ്ടോ ഇല്ലയോന്ന് പോലും ആർക്കും അറിയില്ല. ജീവനോടെ ഉണ്ട്. അനഘ ജീവനോടെ തന്നെ ഉണ്ട്. ഇപ്പൊ വിശ്വാസമായില്ലേ? എവിടെയായിരുന്നു മോളെ നീ? ഞങ്ങളെയൊക്കെ ആദ്യം പിടിപ്പിച്ചിട്ട് നീ എവിടെ പോയിരിക്കുവായിരുന്നു? സത്യം പറയടി. ഇതെന്താ നിന്റെ മോത്ത്? തട്ടിക്കൊണ്ടുപോയവര് തല്ലിയതാ.
എന്നെ കാണാതിരിക്കുമ്പോ സന്ദീപ് എന്നെ ഇഷ്ടപ്പെടുമെന്ന് കരുതി ഞാൻ. ഞാനും സച്ചേട്ടനും ചെല്ലുമ്പോൾ അനഘ അവിടെ കെട്ടിയിട്ടിരിക്കുമായിരുന്നു. സച്ചേട്ടനാ അവരെയൊക്കെ തല്ലി ഓടിച്ചത്. ഇവളെ അവര് ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞങ്ങൾ കാണുമ്പോൾ അവശ നിലയിലായിരുന്നു അനഘ. ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. പിന്നെ ഞങ്ങള് ബട്ടർ ചിക്കനും നാനും മൂസമ്പി ജ്യൂസും ഒക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടാ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അവരുടെ ഉദ്ദേശം എന്തായിരുന്നു അത് നിങ്ങൾ അറിഞ്ഞോ? പണം പണം തന്നെ. അതച്ചാ, ഈ വിവാഹം ഉറപ്പിച്ച പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയിട്ട് അവർ പണം ആവശ്യപ്പെടും. വിവാഹ സമയം ആയതുകൊണ്ട് അവർ ചോദിക്കുന്ന പണം അവർക്ക് മാതാപിതാക്കൾ കൊടുക്കും, അല്ലേ? അതെ. അവരുടെ ഉദ്ദേശം നടന്നില്ലെങ്കിൽ വിവാഹ ദിവസം രാവിലെ അല്ലെങ്കിൽ തലേ ദിവസം അവരായിട്ട് തന്നെ തിരിച്ചുകൊണ്ട് വരികയും ചെയ്യും. ഒരു പ്രത്യേകതരം തട്ടിക്കൊണ്ടുപോലെ ഇത്. വല്ലാത്ത ആൾക്കാർ തന്നെ. ഇങ്ങനെയൊക്കെ ചെയ്യാൻ എങ്ങനെ മനസ്സ് വരുന്നു? അങ്ങനെയുള്ള ആളുകളും ഉണ്ടച്ചാ. അവരെ അച്ഛന്റെ കയ്യിൽ കിട്ടിയ അച്ഛൻ എന്ത് ചെയ്യും? അല്ല, ഒരു കൗതുകത്തിന് ചോദിച്ചതാ. തല്ലി കയ്യും കാലും ഓടിക്കും. എന്നിട്ട് പോലീസിൽ ഏൽപ്പിക്കും. സച്ചേട്ടനും അത് ചെയ്തിട്ടുണ്ട്. ഓടിക്കളഞ്ഞതുകൊണ്ട് പോലീസിൽ ഏൽപ്പിക്കാൻ പറ്റില്ലെന്നേ ഉള്ളൂ. മറ്റന്നാളല്ലേ നമ്മൾ വിവാഹം നിശ്ചയിച്ചിരിക്കുന്നത്? അനഘ തിരിച്ചു വന്ന സ്ഥിതിക്ക് നമുക്കത് നടത്തിക്കൂടെ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.